അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എനിക്ക് ഈ സംഭവം എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ടിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് കറക്റ്റ് ഷെയ്ഡ് എനിക്ക് നോക്കിയെടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി. പൊട്ട് വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചു. കുത്തിയപ്പോഴത്തേക്കും എനിക്കെന്തോ ഭയങ്കര വൃത്തികേടുള്ള പോലെ ഞാൻ അപ്പം തന്നെ സംഭവം മാറ്റി കഴിഞ്ഞു. പിന്നെ ലിപ് ബാം യൂസ് ചെയ്തു. ഇത് നല്ലൊരു ലിപ് ബാമാണ്. ചുണ്ട് ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ പിരികു എഴുതി കൊടുത്തിട്ട് അതുപോലെ ഞാൻ തുടച്ചു കളഞ്ഞു. എന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നും ഇവൾക്ക് ഈ ഒരു ഡ്രസ്സേ ഉള്ളൂ എന്ന്. ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രസ്സാണ്. എവിടെ പോയാലും ഞാൻ ഈ ഒരു ഡ്രസ്സേ എൻ്റെ കൈ കിട്ടിയിടാറുള്ളൂ. അവളിട്ട് നശിപ്പിക്കുന്നതിന് മുമ്പ് ഞാനിട്ട് നശിപ്പിക്കും. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡിയായി. എവിടെ പോയാലും എൻ്റെ അമ്മയുടെ ഓർഡറാണ് മാല ഇടാതെ എവിടെയും പോകരുത്. അതുകൊണ്ട് മാല ഇട്ടു, വാച്ച് കെട്ടി. ഈ വാച്ചും ഈ ഒരു ബാങ്കിളും കൂടെ ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്. കോംബോ ഓഫർ ആയിരുന്നു. നല്ലൊരു സാധനമാണ്. ഇത് രണ്ടും ഒരുമിച്ചാണ് ഇടേണ്ടത്. പക്ഷേ എനിക്ക് എന്തോ വൃത്തികേട് പോലെ തോന്നിയുള്ളൂ. ഞാൻ രണ്ട് കൈയിലായിട്ടാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞ് പൊട്ട് കയറാത്തതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഇതാണ്. പിന്നെ ആരും കണ്ടില്ല എന്ന രീതിയിൽ ഒരു പൊട്ട് ഞാൻ തൊട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോവാണ്. അപ്പോൾ ഓക്കെ ബൈ.